നമുക്ക് ആരാണ് മാതൃക? ആരാണ്? അല്ല, ഖദീജ റളിയല്ലാഹു അൻഹ. എന്താണ്? നോക്കൂ സഹോദരങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് വഹി ഇറങ്ങിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വഹി ഇറങ്ങിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി ഇറങ്ങിയ നേരത്ത് എന്താണ് ഉണ്ടായത്? വളരെ പേടി തോന്നി അല്ലേ? കാരണം ഒരാൾ വന്നുകൊണ്ട് റസൂൽ എന്ത് ചെയ്യാണ്? അവിടുന്ന് ഇഖ്റ എന്ന് പറയുമ്പോൾ മാ അന ബിഖാരി, ഞാനെന്തല്ല വായിക്കുന്ന ആളല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. വീണ്ടും ആവർത്തിച്ചൊന്ന് 2-3 തവണ പറഞ്ഞപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് പറയാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് ആ സംഭവത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യം എന്താണ്? പേടിച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് ഓടി? വീട്ടിലേക്കാണ് ആദ്യം ഓടിയത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോയത് എങ്ങോട്ടേക്കാണ്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ്. അപ്പോൾ റസൂലിനെ അറിയാം ആരാണ് അല്ലേ? നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ ആദ്യം ആരടുത്തേക്കാണ് പോവുക? നമ്മളായിട്ട് അടുത്തല്ലേ? നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളെടുത്ത് പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട് എന്ന് പറയൂലേ? അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പോയത് ആരുടെ അടുക്കലേക്കാണ്? ഫദഖല അലാ ഖദീജത ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ ഫഖാൽ സമ്മിലൂനി സമ്മിലൂനി. റസൂല് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് എന്താ പറഞ്ഞത്? എന്നെ പുതച്ചു മൂടൂ, എന്നെ പുതച്ചു മൂടൂ എന്ന് പറഞ്ഞു. ഫസമ്മലൂഹു ഹത്താ ദഹബ അൻഹുൽ റൗഉ. ആ വിറ പോകുന്നത് വരെ എന്ത് ചെയ്തു? ഖദീജ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് പുതച്ചു മൂടി. ഫഖാല ലി ഖദീജത വഅഖ്ബറഹ അൽ ഖബർ. നടന്ന കാര്യങ്ങളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയോട് ആര് പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് പേടിയാവുകയാണ്. ഞാൻ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഇനി എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നൊക്കെ ഭയന്നപ്പോൾ ഫഖാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളെ നാട്ടിലെ ഭാര്യമാരാണെങ്കിൽ നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് പോയിട്ട് ഓരോ കാട്ടിലും ഗുഹയിലും പോയിട്ട് ഇരിക്കരുത്, ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, എന്നിട്ട് ഓരോന്ന് കണ്ട് പേടിച്ച് വന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ പറയൂലേ നമ്മളെ നാട്ടിലെ. ഇവിടെ നോക്ക്, ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ് കല്ലാ വല്ലാഹ്, അല്ല അങ്ങനെയല്ല കാര്യം. ആ മാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, വെറുതെ ആക്കൂല, പാഴാക്കൂല. ഇത് റസൂല് ആകുന്ന ആ സന്ദർഭത്തിലുള്ള കാര്യമാണ്. ആലോചിച്ച് നോക്ക്, ഈമാന്റെ വാക്കാണ് പറയുന്നത് അല്ലേ? എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഒരിക്കലും വെറുതെ വിടൂല. ഇന്നക ലതസിലുർ റഹിം, കാരണം അങ്ങെന്ത് ചെയ്യുന്നുണ്ട്? കുടുംബബന്ധം ചേർക്കുന്നുണ്ട്. വതഹ്മിലുൽ കല്ല, പ്രയാസം ബാധിക്കുന്ന ആളുകളുടെ പ്രയാസം അങ്ങ് ഏറ്റെടുക്കുന്നുണ്ട്. വതുക്സിബുൽ മഅദൂമ വതുഖ്രിഉ ദൈഫ്, നിങ്ങൾ അയൽവാസികളെ പരിഗണിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളെ അവരെ പരിഗണിക്കുന്നുണ്ട്. വതുഈനു അലാ നവായിബിൽ ഹഖ്, പ്രയാസങ്ങൾ ബാധിക്കുന്ന ആളുകളുടെ പ്രയാസം അത് ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഫൻതലഖത് ബിഹി ഖദീജതു ഹത്താ അതത് ബിഹി വറഖത ബിൻ നൗഫൽ ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി ആരുടെ അടുക്കലേക്കാണ് പോകുന്നത്? വറഖത ബിൻ നൗഫൽ ഇബ്നു അമ്മി ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആരാണ്? സഹോദര പുത്രനാണ്, ഉപ്പയുടെ സഹോദരന്റെ പുത്രനാണ്. വകാന ഇംറഅൻ തനസ്സറ ഫിൽ ജാഹിലിയ, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചയാളായിരുന്നു. വകാന യക്തുബുൽ കിതാബൽ ഇബ്രാനി, ഇബ്രാനി ഭാഷയിലൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നയാളാണ്, അത് വായിക്കാറുണ്ട്. ഫയക്തുബു മിനൽ ഇൻജീൽ ബിൽ ഇബ്രാനിയ, മാഷാ അല്ലാഹു യക്തുബ്, അദ്ദേഹം ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച ആളായിരുന്നു. വകാന ശൈഖൻ കബീറൻ ഖദ് അമിയ, അദ്ദേഹം കണ്ണ് കാണാത്ത അവസ്ഥയിലായിട്ടുണ്ട്, നല്ല പ്രായം ആയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഫഖാലത്ത് ലഹു ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറഞ്ഞു, യബ്ന അമ്മി ഇസ്മഅ മിൻ ഇബ്നി അഖീക്, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് അങ്ങ് കേൾക്കുക. ഫഖാല ലഹു വറഖ യബ്ന അഖീ മാദാ തറാ, എന്താണ് നിനക്ക് സംഭവിച്ചത്, എന്താണ് പറ്റിയത്, എന്താണ് അങ്ങനെ ബാധിച്ചത്? ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറ മാ റഅ, റസൂൽ എന്ത് ചെയ്തു? നടന്ന കാര്യങ്ങളൊക്കെ വറഖത്ത് ബിൻ നൗഫലിന് പറഞ്ഞു കൊടുത്തു. അപ്പം എന്താണ്? ഫഖാല ലഹു വറഖത്ത് ഇബ്നു നൗഫൽ ആരോട്? റസൂലിനോട് പറഞ്ഞു, ഹാദ നാമൂസ് അല്ലദീ നസ്സല അല്ലാഹു അലാ മൂസ, ഇതെന്താണ്? നാമൂസാണ്. എന്താ നാമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രീലിനെ കുറിച്ച് പറയുന്നതാണ്. അഥവാ മൂസയുടെ അടുക്കലേക്ക് വന്ന നാമൂസാണിത്. യാ ലൈതനി ഫീഹാ ജദഅ ലൈതനി അകൂനു ഹയ്യൻ ഇദാ യുഖ്രിജുക ഖൗമുക, നിന്നെ നിന്റെ നാട്ടുകാർ പുറത്താക്കുന്ന ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവിടുന്ന് പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, അമുഖ്രിജിയഹും, എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയേ? കാരണം റസൂൽ ആരാണ് മക്കയിൽ? എന്താ റസൂലിന്റെ ലഖബ്?
അൽ അമീൻ, വിശ്വസ്തനെന്ന് ആളുകൾ വിളിച്ചിരുന്ന ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ആരെയാണ് വിധികർത്താവായി സ്വീകരിച്ചത്? അല്ലെങ്കിൽ പ്രശ്നം റസൂലിനെയാണ്. അങ്ങനെ മദീനക്കാർ മക്കക്കാർ ഏറ്റെടുത്ത് റസൂലിനെ സ്വന്തം നാട്ടുകാർ അത്രയും വലിയ തോതിൽ സ്നേഹിച്ചിരുന്നു. അങ്ങനെയുള്ള നാട്ടുകാർ എന്നെ പുറത്താക്കുമെന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ ചോദിച്ചപ്പോൾ അദ്ദേഹം വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, ഖാല നഅം ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദിയ. എന്താണ് പറയുന്നത്? നിങ്ങൾ വന്നതായതുപോലുള്ള കാര്യം കൊണ്ട് ഏതൊക്കെ നബിമാർ വന്നിട്ടുണ്ടോ അവരൊക്കെ ശത്രുത കാണിക്കപ്പെട്ടിട്ടുണ്ട്. അവരോട് ആളുകൾ ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ട്. എന്താണ് പറയുന്ന കാര്യം? നിങ്ങളെല്ലാവരും നാളെ പോയി വ്യഭിചരിക്കണം എന്നാ? അല്ല, നിങ്ങൾ വ്യഭിചാരം നിർത്തണം, നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരി എന്താ പറഞ്ഞത്? തൗഹീദ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുക. യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ശത്രുത വെച്ച് പുലർത്തപ്പെടും. ഞാൻ ജീവിച്ചിരിക്കുകയാണ് എന്ത് ചെയ്തേനെ? നിന്നെ സഹായിച്ചേനെ. എന്നിട്ട് അവിടുന്ന് വറഖത്ത് ബിൻ നൗഫൽ എന്ത് ചെയ്യാണ്? ആ വഹിയുടെ നേരത്ത് വറഖത്ത് ബിൻ നൗഫൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അലാ കുല്ലി ഹാൽ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആലോചിച്ച് നോക്കണെങ്കിൽ ആ ഗുഹയിൽ ഇരിക്കുന്ന നേരത്ത് ആരാണ് എന്താണെന്ന് പോലും അറിയാതെ റസൂലിനെ കഠിനമായി ഞെരുക്കുകയും റസൂലിന് പ്രയാസം ഉണ്ടാകുകയും ഒക്കെ ചെയ്തപ്പോൾ പേടിച്ചരണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണ് ചെയ്തത്? ഖദീജ റളിയല്ലാഹു അൻഹ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വാക്കാണോ പറഞ്ഞത്? ഞാൻ അപ്പോളെ പറഞ്ഞതല്ലേ ഈ ഒറ്റയ്ക്ക് പോയി ഇരിക്കരുത്. ഇല്ല, അവിടുന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് റസൂലിൻ്റെ ആ പ്രയാസം നീക്കി. എത്രത്തോളം? വറഖത്ത് ബിൻ നൗഫൽ ആലോചിച്ച് നോക്ക്, സുബ്ഹാനല്ലാഹ് അല്ലേ? എന്നിട്ട് ഒരാളുടെ അടുക്കലേക്ക് പോയി എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്യാണ്? ആശ്വസിപ്പിച്ച് ഒക്കെ ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒന്നും ചെയ്തില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നൊന്നും പറഞ്ഞ് പ്രയാസപ്പെടുത്തിയില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥകൾ പരിഗണിക്കുക. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ബേജാറ് കാര്യങ്ങൾ നമ്മൾ അവരുമായി പങ്കുചേരുക. സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറയുക, അവരെ ചേർത്ത് പിടിക്കുക. നേരെ തിരിച്ചും ഭർത്താക്കന്മാരോട് ഭാര്യമാർ ചെയ്യേണ്ട കാര്യം ഇതായിരിക്കണം. മനസ്സിലായില്ലേ? അവരോട് സമാധാനത്തിൻ്റെ വാക്ക് പറയുക. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ അപ്പോളേ പറഞ്ഞതല്ലേ, ഇങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പാടുണ്ടോ, എന്താണ് ഇങ്ങനെ അങ്ങനെ, അത് പറയുന്നതിനേക്കാൾ നല്ലത് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. നല്ല നല്ല വാക്കുകൾ പറയാം. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് നടക്കൂ, ഈ നടന്നതിൽ എന്തുണ്ട്, ഖൈറുണ്ടാകും എന്നൊക്കെ എന്ത് ചെയ്യുക? നല്ല രൂപത്തിൽ സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാം.